കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഒരു സർക്കാർ ആശുപത്രിയുടെ കിടക്ക കയ്യേറി സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു മിടുക്കനുണ്ട് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത്. കുന്നംകുളം സർക്കാർ ആശുപത്രിയിൽ സ്ഥിരതാമസമാക്കിയ തോമസിനെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ അധികാര സ്ഥാനത്തുള്ളവർക്ക് സാധിക്കാത്തതിന് കാരണമെന്തെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏകദേശം 1 വർഷം മുൻപ് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ആശുപത്രി സന്ദർശിക്കാനെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുന്നിൽ ഈ ചോദ്യവുമായി മാധ്യമങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇത്തരമൊരു കാര്യം തന്റെ ശ്രദ്ധയിൽ ആദ്യമായാണ് പെടുന്നതെന്നും പെട്ടെന്ന് തന്നെ പഠിച്ച് നടപടിയെടുക്കാമെന്നും പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നിട്ടില്ല. 6 മാസങ്ങൾക്ക് ശേഷം അതേ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിനായി ആരോഗ്യമന്ത്രി വീണ്ടും കുന്നംകുളത്ത് എത്തിയപ്പോഴും മാധ്യമപ്രവർത്തകർ തോമസിന്റെ വിഷയം ഉന്നയിച്ചിരുന്നു. ജില്ലാ അധികാരിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാവാതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു മന്ത്രി അപ്പോൾ ചെയ്തത്. വീണ്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും തോമസ് സർക്കാർ ആശുപത്രിയിലെ തന്റെ സുഖവാസം യഥേഷ്ടം തുടരുകയാണ്. അസുഖം മൂലം ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരനായ ഒരു രോഗിക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ കൈയടക്കി വെച്ച് സർക്കാർ ആശുപത്രി വാർഡിനെ തന്റെ നിയന്ത്രണത്തിലാക്കി ഉപയോഗിക്കുന്ന തോമസ് ആരാണെന്ന് കുറച്ചുപേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഇയാൾ ഒരു അപകടത്തിൽപ്പെട്ടാണ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ഒപ്പം ആളില്ലാതെ ഒരു TT ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ സമ്മതിക്കാത്ത സർക്കാർ ആശുപത്രിക്കാർ കൂട്ടിരിപ്പുകാരില്ലാതെയാണ് തോമസിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ട രോഗമൊന്നും ഇല്ലാതിരുന്നിട്ടും കൂട്ടിരിപ്പുകാരില്ലാതെ ഇത്രയും വർഷം വാർഡിനെ സ്വന്തം വീട് പോലെ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, മദ്യം ഉൾപ്പെടെ ഇയാൾ വാർഡിൽ ഉപയോഗിക്കുന്നുവെന്നത് കൃത്യമായി അറിഞ്ഞിട്ടും ഇയാളെ ഡിസ്ചാർജ് ചെയ്ത് പുറത്താക്കാൻ അധികാരികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതിന് പിന്നിൽ കളിക്കുന്നതാരെ? സർക്കാർ ആശുപത്രി ജീവനക്കാരോ അതോ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മറഞ്ഞിരുന്ന് കളിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരോ? അങ്ങനെയെങ്കിൽ തോമസ് അവിടെ കിടക്കുന്നതുകൊണ്ട് അവർക്കുള്ള നേട്ടമെന്ത്? ന്യൂസ് ഫാക്ട്, കുന്നംകുളം. ഇഷ്ടങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ ജീവിതം എത്ര മധുരകരമാണ്. ഞാൻ അറിയാത്ത എന്റെ കഴിവുകളെ കണ്ടെത്തി തന്നത് എന്റെ ഹസ്ബൻഡാണ്. ഈ സ്നേഹത്തെക്കാൾ വലിയ സന്തോഷം മറ്റെന്താണ്? ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം. Intimate Matrimony, beautifying your life.